നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് വരെയുള്ള ഒരു യാത്രയാണ്. പൊതുവേ എയർപോർട്ടിൽ പോകുന്നവരുടെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ പലപ്പോഴും റോഡിൽ ബ്ലോക്കാണ്. എം സി റോഡാണ് കിഴക്ക് ഭാഗത്തുനിന്ന്, അതായത് ഇടുക്കി, കോട്ടയം, പിന്നെ എറണാകുളത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ളവരൊക്കെ പോകുന്നത് എം സി റോഡ് വഴിയാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. എം സി റോഡിൽ പലപ്പോഴും ബ്ലോക്ക് കാരണം അവരുടെ ഫ്ലൈറ്റ് മിസ്സായ സംഭവങ്ങൾ വരെയുണ്ട്. അപ്പം നമുക്ക് എം സി റോഡ് കയറാതെ എയർപോർട്ടിൽ പോകുന്ന റൂട്ടിൽ നമുക്ക് യാത്ര ചെയ്യാം. ഇപ്പോൾ മീൻപാറ കഴിഞ്ഞു, മഴ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങി. ഇവിടെ എന്തോ ചെയ്യുകയാണല്ലോ, കുഴി അടയ്ക്കുകയാണെന്ന് തോന്നുന്നു. കുഴി അടച്ചിട്ട് ടാറാണോ ചെയ്യുന്നത് അതോ ടൈലിടുകയാണോ? റോഡ് ടാർ ചെയ്തൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ സൈഡിലേക്ക് ഒതുക്കാൻ പറ്റില്ല. വല്ലാത്ത എഡ്ജാണ്, കട്ടിങ്. കാറ് വരെ അങ്ങോട്ട് ചാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വല്ല ക്രൈം വേണം എടുക്കാൻ. ഇവിടെ ഒരു പുതിയ ബിൽഡിങ് വന്നിട്ടുണ്ട്, സുരക്ഷ ഗോൾഡ് ഫിനാൻസ് നടത്തുന്ന ആളുടെ സ്വന്തം ബിൽഡിങ്ങാണ്. ഇവിടെയുണ്ട് ഒരു കുഴി കുഴിച്ചിട്ടുണ്ട്. അതിന് എപ്പോഴാണോ നന്നാക്കുന്നത്? PWD വർക്ക് ഗോസ് സ്ലോ. ക്രെറ്റയാണല്ലോ, അതുപോലെ നൈറ്റിൽ നിന്നും പറഞ്ഞാൽ എന്താണ്ട് ഒരു ലോഗോ ഒട്ടിച്ച് വെച്ചാൽ. മുൻപിൽ വന്ന് കിയ സോണറ്റ് അല്ലേ, പരിയാരം ക്ഷേത്രത്തിലേക്കുള്ള വഴി വലതുവശത്തിൽ. റോഡ് അളക്കുന്നുണ്ട്. ടാർ ചെയ്തത് എത്രയൊക്കെയാണെന്ന് അളന്ന് തിട്ടപ്പെടുത്തി ബില്ല് മാറാനായിരിക്കാം. ഇവിടെ ഈ മതിലിടിഞ്ഞ് പോയായിരുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ഇവിടെ ഒരു വഴി ഉണ്ടായിരുന്നല്ലോ, ഇപ്പറയാണല്ലേ. ഇതെന്തിനാണോ കമ്മ്യൂണിസ്റ്റിൻ്റെ കൊടി കുത്തി വെച്ചേക്കുന്നത്? ഇനി ഇവിടെയൊക്കെ ടാർ ചെയ്ത് സെറ്റപ്പ് ആക്കണം. മഴ പെയ്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ എനിക്ക് മഴയത്ത് ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യാനുള്ള ധൈര്യമില്ല. ഞാൻ ആ ഗോപ്രോയുടെ വാട്ടർ പ്രൂഫ് കേസൊക്കെ ഓട്ടയൊക്കെ തുളച്ച് മറ്റേ പവർ കേബിൾ മാത്രം അകത്തുനിന്ന് വേറെ തരത്തിൽ സെറ്റപ്പ് ചെയ്തതാണ്. പിന്നെ ടാക്കിറ്റ് വെച്ച് ബാക്കിയുള്ള ഭാഗം മൂടുകയും ചെയ്തു. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ക്യാമറയിൽ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ വാട്ടർ പ്രൂഫാണ് ടാക്കിറ്റ്. ഒരു തരം ക്ലേ പോലെ, എങ്ങനെ ഞെക്കിയാലും അത് ആ രൂപത്തിൽ വരുന്ന സാധനം. നമ്മളത് ചൂണ്ടി ജംഗ്ഷൻ ആകാറായി. ഇവിടെ നമ്മൾ വലത്തോട്ടാണ് പോകുന്നത്. നമ്മൾ മുന്നിൽ കാണുന്ന റോഡെന്ന് പറഞ്ഞാൽ NH ആണ്, കൊച്ചി ധനുഷ്കോടി ഹൈവേ. ഇടത്തോട്ട് എറണാകുളത്തിലേക്കും വലത്തോട്ട് മൂവാറ്റുപുഴ, അങ്ങനെ കോതമംഗലം, മൂന്നാർ. ഇതെന്താ വണ്ടി പൊട്ടിയോ? എല്ലുവണ്ടിയാണല്ലോ മുന്നിൽ പോകുന്നത്. നമ്മളിപ്പോൾ NH കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നൊരു 20 കിലോമീറ്ററോളം പോയാൽ മൂവാറ്റുപുഴ എത്തും. നമ്മളത്രയൊന്നും പോകുന്നില്ല. നമ്മളിവിടെ കുറച്ച് ഒരു 1.5 കിലോമീറ്റർ അപ്പുറം ലെഫ്റ്റ് തിരിയണം. ആദ്യം നമ്മൾ പോയി പെട്രോൾ അടിക്കണം. ഈ വണ്ടി പോകുന്നത് ശരിയല്ലല്ലോ, മുന്നിൽ പോകുന്ന വണ്ടി. ആഹാ, വാറ്റൂർ സൈഡിലേക്ക് നല്ല മഴയാണെന്ന് തോന്നുന്നു. കാർമേഘം കാണുന്നുണ്ട്. പിന്നെയും കാർ ആക്സിഡൻറ്റോ? അത് ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തി
വണ്ടിയുടെ പുറകുവശവും ബോഡിയൊക്കെ നോക്കുന്നുണ്ട്. മഴക്കാലം കഴിഞ്ഞ ആൾക്കാർ ചീറിപ്പാഞ്ഞു വേഗം കയറി വന്നിട്ടുണ്ടോ വളവിൽ ഓവർടേക്ക് ചെയ്ത് ബൈക്കുകാരൻ. ഫാമിലി ബ്യൂട്ടി സലൂൺ ഫേസ് 2 കൊള്ളാമല്ലോ. അവിടെ ഒരു സലൂൺ ഒന്നുണ്ട്. ആകാശമാകെ കാർമേഘം, അയ്യോ നമ്മൾ മഴയത്ത്. നമ്മുടെ ആ ഡാൻസ് കളിച്ചുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് റിക്കി പറയുന്നവർക്കല്ലേ എന്താ അതിൻ്റെ പേര് അലിൻ ജോസ് പെരേറിയ അങ്ങനെ ഉണ്ട്. അതുപോലെ നമുക്ക് പാട്ട് പാടി വ്ലോഗ് ചെയ്താലോ? നമുക്ക് ഈ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകണം. നമ്മൾ വന്ന വഴി കുറച്ചങ്ങോട്ട് പോകണം. അയ്യോ ഇവിടെ ഇല്ല. ചേടാ, എന്തായാലും നമുക്ക് തിരിച്ച് തന്നെ പോകാം. അവിടെ പെട്രോൾ നിറച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് നമ്മൾക്ക് പെട്രോൾ അടിക്കാൻ പറ്റില്ല. നമ്മൾ വെറുതെ അവിടെ വെയിറ്റ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. പിന്നിലൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറാൻ നോക്കുന്നു. നമുക്കിവിടുന്ന് റൈറ്റ് പോകണം. ഇനി പോകുന്നത് നമ്മുടെ എന്താണ് പട്ടിമേറ്റം റൂട്ടിലാണ്. പട്ടിമേറ്റം പെരുമ്പാവൂർ റൂട്ട്. കാലവർഷം എത്തിയല്ലോ. കഴിഞ്ഞ ദിവസം വരെ പെയ്തത് എന്തായിരുന്നു അതിന് പേര് വേനൽ മഴ. ഇപ്പോൾ മൺസൂൺ. വേനൽമഴ വന്ന് കേരളത്തിൽ പല സ്ഥലത്തും വെള്ളപ്പൊക്കമായിരുന്നു. കൊച്ചിയൊക്കെ വെള്ളത്തിലായിരുന്നു. എടപ്പള്ളി ഭാഗമൊക്കെ ഫുൾ മുങ്ങി. ഇനിയിപ്പോൾ കാലവർഷം എന്താണോ കരുതി വച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, പെട്രോസ് സെറ്റപ്പാണ്. ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഞാൻ കണ്ടോ, പെട്രോസ് ഇവൻറ്റ് സെൻറ്റർ. മയിൽ അങ്ങനൊരു വീട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പുതിയ വീടാണല്ലോ, സെറ്റപ്പാണല്ലോ. ഓ കൊള്ളാം, നല്ല വീട്. സമയം 11 മണി കഴിഞ്ഞു. ഹോണ്ട സിറ്റി അല്ല നമുക്ക് പോകുന്നത്.
ഈ റോഡിൽ പിന്നെ തിരക്കില്ല. പട്ടിമറ്റം വരെ കാര്യമായി തിരക്കൊന്നുമില്ലാത്ത റോഡാണ്. പാങ്ങോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഇടതുവശത്ത്. പാടത്തിൻ്റെ നടുക്കാണത്. രസമാണ് കാണാൻ. നമുക്ക് ഈ ലോറിയെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. വേറൊരു വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്. നമുക്ക് ശരിക്കും പെരുമ്പാവൂർ കയറി പോകേണ്ട ആവശ്യമില്ല. പക്ഷേ മറ്റതൊക്കെ ഊടുവഴി ആയതുകൊണ്ട് ഈ ടൈമിൽ വലിയ മഴയും കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കെണിയാവില്ല എന്ന് വിചാരിച്ചു. കുറച്ചങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ കിഴക്കമ്പലം സൈഡ് അതുവഴി കയറി നമ്മൾ പുക്കാട്ട് വഴി ചെമ്പറക്കി ചെന്ന് അവിടെ നിന്ന് ക്രോസ് ചെയ്താൽ നമുക്ക് മാറമ്പള്ളി ചെന്ന് ചാടാം. അവിടെ നിന്നാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് പെരുമ്പാവൂരിൽ നിന്ന് നേരെ ആലുവ പെരുമ്പാവൂർ KSRTC റൂട്ടിൽ പോയിട്ട് മാറമ്പള്ളി എത്തുന്നു. അവിടെ നിന്ന് നമ്മൾ പാലം കയറി ശ്രീമൂല നഗരം തിരുവരണിക്കുളം വഴി കാഞ്ഞൂർ വഴി എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നു. ഞാൻ പറഞ്ഞ വഴി ഇതാണ്. ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് സ്ട്രൈറ്റ് വഴി കണ്ടില്ലേ, വണ്ടർലയിലേക്കൊക്കെ പോകുന്ന വഴി. അതുവഴി പോയിട്ട് കുറച്ച് വളവും തിരിവൊക്കെ ആണ്. പക്ഷേ ഭയങ്കര കാട് പിടിച്ച വഴിയാണത്. അല്ല, ഒത്തിരി കണ്ടെയ്നേഴ്സൊക്കെ അവിടെ കിടക്കണം. കണ്ടെയ്നർ കാരിയർ. ആൾക്കാർ കൊമേഴ്ഷ്യൽ സ്പേസ് കടമുറികളൊക്കെ പണിതിട്ടിട്ട് വെറുതെ കിടക്കണം. എന്തിനു വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ പണി കിടക്കണം? അതിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുക. റോഡിനോട് ചേർന്ന് സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു കടമുറി. പക്ഷെ കെണി വരുന്നത് അത് കടമുറി വാടകയ്ക്ക് എടുക്കുന്നവരാണ്. കാരണം പുതിയ ഒരു കടമുറിയെ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നുമ്പോൾ ഒരു ബിസിനസ് ഇവിടെ തുടങ്ങിയേക്കാം, പുതിയ ബിൽഡിംഗ് അല്ല സെറ്റപ്പ് ആവുമെന്ന് വിചാരിച്ച് തുടങ്ങും. വാടക കൊടുത്ത് മുടിയും. അവസാനം ബിസിനസ് കൂട്ടിക്കെട്ടി വലിയ കടമായിട്ടിരിക്കും. പക്ഷെ കടമുറി വാടകയ്ക്ക് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. ഒരാൾ നശിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾ നശിക്കാൻ വരും. അതുകൊണ്ട് അവർക്ക് വരുമാനം നിലയ്ക്കുന്നില്ല. ചിലവർക്കും പണി കിട്ടിയിട്ടുണ്ട്. പല കടകളും പല ബിസിനസ്സുകളും തുടങ്ങിയിട്ട് ശരിയാവാതെ വരുന്ന ഷോപ്പുകളിൽ പിന്നെ ആരും ചിലപ്പോൾ പോയെന്ന് വരില്ല. ഇപ്പോൾ ഞാൻ തന്നെ ബിസിനസ് നടത്തിയ ബിൽഡിങ് തുടങ്ങിയിട്ടില്ല അല്ലേ, പെട്രോൾ പമ്പാണല്ലോ. ബിസിനസ് നടത്തിയിരുന്ന മുറി ഇപ്പോൾ വെറുതെ കിടക്കോ ആരെങ്കിലും വാടകയ്ക്ക് എടുത്തിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ആകെ കാട് പിടിച്ച് കിടക്കണം. അത്ര അടിപൊളിയായിട്ട് കൊണ്ടു നടന്ന ബിൽഡിങ്ങാണ്. നമ്മുടെ മുന്നിലാണല്ലോ കാർമേയം കാണുന്നത്. യാരത് ലൈറ്റ് പോട്ട് വരുന്നത്? ഞാനാണോ ലൈറ്റ് ഇട്ട് വരുന്നത്? നമ്മുടെ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് പോയത് കൊണ്ടോ ഓട്ടോറിക്ഷ. ഓഹോ, എന്തത്? ഇവിടെയൊക്കെ എന്തായിരുന്നു? റബ്ബറൊക്കെ കളഞ്ഞിട്ട് ഇതിന് തടാകോ? നമ്മൾ ഏകദേശം പട്ടിമറ്റാകാറായി. മാർവൽ ഫാക്ടറി ഔട്ട്ലെറ്റ്. കിടക്കയാവോ? ഏതോ പ്രാവശ്യം ഇങ്ങനെ ഞാൻ യൂട്യൂബിലോ ഫേസ്ബുക്കിലൊന്നും കണ്ടിട്ടുണ്ട്. ആൾക്കാർ തടഞ്ഞ് ഈ കിടക്കകളൊക്കെ കുത്തി കീറി നോക്കിയപ്പോൾ വെറും തെർമോക്കോളായിരുന്നു അതിനകത്ത്. നമ്മളതാ പട്ടിമറ്റമായിക്കൊണ്ടിരിക്കുന്നു.
അൽ ലൈവാൻ ചിക്കൻ കോർണർ. സോനക്കുട്ടൻ ട്രാവൽസ്. ഇവിടെ കണ്ടൊരു പമ്പുണ്ടായിരുന്നല്ലോ, ഇല്ലേ? ഉണ്ട്. അതും അങ്ങോട്ടാണ്. വാട്ട് എ പിറ്റി. നമുക്ക് പെട്രോൾ അടിക്കാം. ഇതെന്താ? ഇത് ഡീസലല്ലേ? പോണല്ലേ. $200. $200. QR കോഡ് തന്നേരെ. ഇല്ലേ? അതായിരിക്കണം അല്ലേ? ഓക്കെ. പെട്രോൾ അടിച്ചു. റെയിൻ കോട്ട് ഇട്ടേക്കണോണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പാൻസിലേക്ക് ഫോണൊക്കെ എടുക്കാനൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാണ്. പട്ടിമട്ടം ജംഗ്ഷനായി. മബ്രൂക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഓ, 5 കൊല്ലത്തോളം ഈ റൂട്ടിലൊക്കെ കുറേ പോയതാണ്. ഡിഗ്രി ചെയ്തപ്പോഴും PG ചെയ്തപ്പോഴൊക്കെ. ശരിക്കും എന്തിനാണല്ലോ ഞാൻ PG ചെയ്തത്? MSc ഇലക്ട്രോണിക്സ് ചെയ്തത്? ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. നേരെ MBA ചെയ്താൽ മതിയായിരുന്നു. കാറാ നോക്കിയും കണ്ടുമൊക്കെ ജസ്റ്റ്. ഇപ്പോൾ വെയിലായല്ലോ. റെയിൻ കോട്ട് എടുത്തിട്ടപ്പോൾ വെയിൽ വന്നു. ഇതുപോലെ വെയിലായിരുന്നെങ്കിൽ നമ്മൾ വെറുതെ ഈ ക്യാമറ വെക്കേണ്ടായിരുന്നു, GoPro എടുക്കായിരുന്നു. GoProയ്ക്ക് ഞാൻ 2 ബാറ്ററി എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊറിയറിൽ വന്നിട്ടുണ്ടാവും വീട്ടിൽ. നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നല്ല റെൻറ്റിന് സ്കൂട്ടർ എടുക്കുകയാണെങ്കിൽ ആ കാഴ്ചകളൊക്കെ നമുക്ക് GoPro വെച്ച്, പ്രത്യേകിച്ച് ഇത് മഴക്കാലമല്ലേ, നമ്മളിപ്പോൾ ഗോവ പോയാലൊക്കെ മൺസൂണാണല്ലോ ഇവിടെ. ചൈതന്യം കോലഞ്ചേരി പെരുമ്പാവൂർ ബസ്സുകളാണ് അവിടെ. 200 അടിച്ചിട്ടൊന്നും ആയില്ലേ?
സ്ഥലത്തിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയല്ലോ. കുമ്മനോട്, അത് തന്നെ, കുമ്മനോട്. ഇവിടെ ഇവരൊക്കെ ശരിയാക്കിയില്ലേ? മുൻപ് കുറേ ആൾ കലുങ്ക് പണിയായിരുന്നു. ഇതെന്ത് പഞ്ചവത്സര പദ്ധതിയോ? നാടൻ സംഭാരം, ഉമ്മനോടൻ്റെ കുലുക്ക് സർബത്ത്. റെക്കോർഡാവുന്നുണ്ടോ? ആ, ഉണ്ട്. അല്ല, വെട്ടാൻ വിളിച്ചൊന്നും കാണാനില്ല ക്യാമറയിലേ. എന്താ അവിടെ കുറച്ച് ഭാഗത്തിട്ട് അറിയാത്തത്? ആ, വലിയ കാർമേഘ മഴയൊക്കെ വരുന്നുണ്ട്. സാധാരണ കാലവർഷം പറഞ്ഞാൽ രാവിലെയാണ്. എന്താ വണ്ടി എടുത്ത് ചാടണേ? റോഡിൻ്റെ കുഴപ്പം കൊണ്ടാണോ? പുതിയതായിട്ട് ടാർ ചെയ്തതാണോ? ആ വണ്ടി ഒരു മര്യാദയില്ലാതെ ഞങ്ങൾ കയറിയാൽ നമ്മൾ ചേലക്കുളം ആകാറായി. ചേലക്കുളം വളവ്, ചേലക്കുളം അല്ലേ? സത്യം പറഞ്ഞാൽ എല്ലാം മറന്നുപോയി. ചേലക്കുളം. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കിറ്റക്സ് ഏരിയ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. ഇനി ഒരു 1/2 കിലോമീറ്റർ കൊണ്ട് പോയാൽ ഞാൻ MSc ഇലക്ട്രോണിക്സ് പഠിച്ച കോളേജ് എത്തും. ജയ് ഭാരത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഇപ്പോൾ അത് എൻജിനീയറിംഗ് കോളേജാണ്. പിന്നെ ജയ് ഭാരത് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ഉണ്ട്. പിന്നെന്തുള്ള പോളിടെക്നിക് ഉണ്ടെന്ന് തോന്നുന്നു. പൊന്നു കേട്ടോ, കണ്ണു നോക്കൂല. അതൊക്കെ റോഡ് ക്രോസ് ചെയ്യല്ലേ. ഉണ്ടോ ഈ പാടം? ഈ കാണുന്ന പാടത്തിൻ്റെ അക്കരെ ജയ് ഭാരത് കോളേജ്. അവിടെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ നിന്ന് വലുതായിട്ട് ചെയ്ത് വെച്ചേക്കണം. കോളേജിൽ ക്ലാസ് നടക്കുന്നുണ്ടാകും. അപ്പോഴത്തേക്ക് യൂണിഫോമാണ്. ജയ് ഭാരത് എഞ്ചിനീയറിംഗ് കോളേജ്, ജയ് ഭാരത്. നമ്മളങ്ങനെ അറക്കപ്പടി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അറക്കപ്പടി എത്തിയിരിക്കുകയാണ്. എന്ത് നോക്കിയാട്ടാ ക്രോസ് ചെയ്യണേ? ഇടത്തോട്ട് പോയാൽ പോഞ്ഞാശ്ശേരി. ഇവിടുന്ന് വലത്ത് കയറി അങ്ങ് കലാൻ്റെ സൈഡിൽ കൂടെ പോയി നമുക്ക് ഭൂത്താങ്ങോട്ട് എത്താം. പണ്ടൊരിക്കൽ പോയിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരനായിരുന്നു നയിച്ചത്, അതുകൊണ്ട് അവനെ അറിയുള്ളൂ ആ റൂട്ട്. അറക്കപ്പടി ടൗൺ ജംഗ്ഷൻ, എന്ന് വേണമെങ്കിലും പറയാം. മുന്നിൽ കാണുന്നത് ഒരു പമ്പായിരുന്നല്ലോ. ശരിയാണ്, ഇവിടെയും ഒരു പമ്പുണ്ടായിരുന്നല്ലോ അല്ലേ?
എന്തായാലും റോഡ് തിരക്കിയെടുക്കുക, അതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റും. എന്തൊരു പൊട്ട സൗണ്ട് കേട്ടോ. ഇതിപ്പോൾ റെയിൻകോട്ട് ഇട്ടിട്ട് ഫുൾ വെയിലാണല്ലോ. നമ്മൾ പിന്നെ വേറെ അങ്ങനെ കയറുന്നില്ലല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളെത്തിയത് വെങ്ങോലയിലാണ്. വെങ്ങോലയിൽ റൈറ്റ് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് മൂവാറ്റുപുഴ സൈഡിലേക്കൊക്കെ പോകാം. ഇടത്തോട്ട് തിരിഞ്ഞാൽ പോഞ്ഞാശ്ശേരി അങ്ങനെയൊക്കെ പോകാം. ചെറിയ തിരക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ്, മുസ്ലിം മെജോറിറ്റി ഏരിയയാണ്. ഒരു ആംബുലൻസ് വളഞ്ഞ് നേരെ പോകുന്നു. ഒരു വീഡിയോ കണ്ടതേ, ഏത് വണ്ടിയാണെന്നറിയില്ല, എന്തോ ഒരു ചെറിയ ഹാച്ച് ബാക്കാണ്, ബീറ്റാണെന്നൊക്കെയാണ് തോന്നുന്നത്. യൂട്ടേൺ എടുത്ത് വന്ന ആംബുലൻസിനെ ഇടിച്ച് ആംബുലൻസ് തെറിച്ചു പോയി, തകിടം മറഞ്ഞു പോയി. ബീറ്റിനെ ഒന്നും പറ്റുകയും ചെയ്തില്ല. ബീറ്റിൻ്റെയൊക്കെ പവറേ. ഇവിടെ മഴ പൊടിഞ്ഞു പോലുമില്ല, ഉണങ്ങി കിടക്കുന്നു. കാലവർഷമാണ് അത്രേ, കാലവർഷം. ഇതന്നെ വണ്ടികളൊക്കെ അനങ്ങി പോകുന്നു.
അല്ലപ്പറ 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 അതായിരിക്കും അല്ലപ്രയത്. പക്ഷേ റൈഡിങ് ഗ്ലൗ എടുത്തില്ല, അത് മറന്നുപോയി. അതാണെങ്കിൽ ഹാൻഡിലിൽ പിടിക്കുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ കൈ വേദന എടുക്കും. പെരുമ്പാവൂർ വരെ എൻ്റെ വീട്ടിൽ നിന്ന് 22ഓളം കിലോമീറ്റർ ഉണ്ട്. അതായത് 1/4 മണിക്കൂർ കൊണ്ട് എത്തും. ഇന്നോവ ക്രിസ്റ്റ. അസൽ വെയിലാണല്ലോ. ഇനി ഏകദേശം 1.5 കിലോമീറ്റർ ഉള്ളൂ പെരുമ്പാവൂരിലേക്ക്. ഇവിടം വരെ ഓടിച്ചപ്പോൾ തന്നെ വയ്യാതെയായി. വെയിലടിച്ച് കഴിഞ്ഞാൽ ശരീരത്തിനൊക്കെ ഒരു വേദന വരും. പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബംഗാളാണ്. അല്ല, ബംഗാളെന്ന് പറയാൻ പറ്റില്ല. ബംഗാളിൽ നല്ല കൂടുതൽ ആൾക്കാരുണ്ട്, ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ. അവരുടെ പ്രധാന കേന്ദ്രമാണ് പെരുമ്പാവൂർ. അത് ഞായറാഴ്ച തന്നെ എന്തായിരിക്കും തിരക്കെന്ന് പറയും റോട്ടിലൊക്കെ. അതുകൊണ്ടിപ്പോൾ നല്ല ഷോപ്പൊക്കെ ഞായറാഴ്ചയും തുറക്കും. കുറേ പേര് ഇവിടെ കൂടും. ഇവിടുത്തെ ടൗണിലൊക്കെ ഓരോ പർച്ചേസിങ് നടന്ന് ചെയ്യും. പിന്നെ ചിലർ എറണാകുളത്തേക്ക് പോകുമ്പോൾ റോഡ്വേയിലേക്കൊക്കെ പോകും. യുണൈറ്റഡ് ടൂ വീലേഴ്സ്. വണ്ടികൾ എന്തോ ലോറിയാണ്, ഗുഡ്സ് കയറ്റി എന്തോ വണ്ടി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണ് കുറച്ച് താമസം വണ്ടികളൊക്കെ നീങ്ങാൻ.
അങ്ങനെ നമ്മൾ പെരുമ്പാവൂരെത്തി. അമൽ പാലസ് ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ്. ഇവിടെ KR ബേക്സ് ഒക്കെ ആയിരുന്നു മുൻപ്. പെരുമ്പാവൂരിൻ്റെ രൂപമേ മാറിപ്പോയി അല്ലേ. എന്താ തിരക്ക്. പണ്ടും തിരക്കുണ്ടെങ്കിൽ ഇത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഭയങ്കര ക്രൗഡഡായി. അതിനനുസരിച്ച് ഷോപ്പുകളും എല്ലാം ഉണ്ട് പെരുമ്പാവൂർ. ഒരുപക്ഷെ തൃപ്പൂണിത്തുറയേക്കാളൊക്കെ വലിയ ഒരു ടൗണാണ് പെരുമ്പാവൂർ. ഒരു ജംഗ്ഷനും കൂടിയാണല്ലോ. നമ്മൾ റൈറ്റിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് നമുക്ക് മൂവാറ്റുപുഴയ്ക്ക് പോകാം. ഇവിടെ നിന്ന് റൈറ്റ് കയറി നമുക്ക് അങ്കമാലി MC റോഡിൽ കയറാം. സാധാരണ ഉള്ള വഴി എന്ന് പറഞ്ഞാൽ MC റോഡ് വഴിയാണ് നമ്മൾ എയർപോർട്ടിൽ പോകുന്നത്, കാലടി ചെന്നിട്ട്. പക്ഷേ കാലടി പാലത്തിലേക്കുള്ള തിരക്ക് കാരണം പലപ്പോഴും എയർപോർട്ടിലെത്തും വൈകാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ആലുവ റൂട്ടിലാണ്. പെരുമ്പാവൂർ നിന്ന് ആലുവയിലേക്ക് 2 റൂട്ടുണ്ട്. ഒന്ന് പ്രൈവറ്റ് ബസ്സുകളൊക്കെ പോകുന്ന വഴി, മറ്റൊന്ന് ട്രാൻസ്പോർട്ട് KSRTC ബസ്സുകളൊക്കെ പോകുന്ന വഴി. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് KSRTC ബസ് പോകുന്ന വഴിയിലാണ്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് മാറമ്പള്ളി വരെ ചെന്നിട്ട് അവിടെ നിന്ന് പാലം കയറുന്നു, റൈറ്റ് കയറിയത്. അമ്മോ, ബസ്സിൻ്റെ വരവ് കണ്ടോ. വലിയ വലിയ ഷോപ്പ്, മാക്സിൻ്റെ ഷോപ്പുണ്ട് ഇവിടെ. ചെറിയ തുണിക്കടകളുണ്ട്. നമ്മുടെ ശ്രീനിവാസ് ഉണ്ട്, കഴിഞ്ഞു പോയിന്ന് തോന്നുന്നു. വയലൻസ് ബ്രാൻഡഡ് ഷോപ്പുകളുടെയൊക്കെ സ്റ്റോറുകളുണ്ടല്ലോ, ബ്രാൻഡഡ് പ്രൊഡക്ട്സിൻ്റെയൊക്കെ. താജ് റെസ്റ്റോറൻറ്റ്, അജ്മൽ ബിസ്മി. കുഴിമന്തി കഴിച്ചിട്ടില്ലേ? 190 പേര് ആശുപത്രിയിലായത്. എവിടെയായിരുന്നു കണ്ടോ? റൈറ്റിലേക്ക് തിരുവരയാണിക്കുള്ളെന്ന് ബോർഡ് വെച്ചേക്കണേ. നമ്മൾ റൈറ്റിലേക്കാണ് പോകുന്നത്. KSRTC ബസ് പോകുന്നത് ഈ റൂട്ടിലാണ്. KSRTC ബസ്സുകളൊക്കെ പോകുന്നത്. അപ്പോൾ അപ്പുറത്തെ റൂട്ടിലാണ് പ്രൈവറ്റ് ബസ്സുകളൊക്കെ പോകുന്നത്. മറ്റേ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെമ്പറക്കി ഭാഗത്തുനിന്ന് നമുക്ക് നേരെ പൂക്കാട്ടുപടി കയറി നമുക്ക് പുത്തൻകുരിശെത്താം. അല്ലെങ്കിൽ ആലുവ ചൂണ്ടി കയറി അവിടെ നിന്ന് നമുക്ക് പൂക്കാട്ടുപടിയിൽ എത്തിച്ചേരാം, അവിടെ നിന്ന് പുത്തൻകുരിശ് എത്തിച്ചേരാം. പെരുമ്പാവൂർ ഏരിയയിൽ ഇഷ്ടംപോലെ പ്ലൈവുഡ് കമ്പനീസ് ഉണ്ട്, ഇപ്പോഴും ഉണ്ടാവുമായിരിക്കും. ഈ അന്യദേശത്തു നിന്നുള്ള തൊഴിലാളികൾ ആദ്യം വന്നു തുടങ്ങിയത് പ്ലൈവുഡ് കമ്പനിയിലേക്കാണ്. അത് നേപ്പാളാണ്, നേപ്പാളിൽ ഞാൻ തോന്നുന്നു. അവരാണ് മലേറിയൊക്കെ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെയാണ് ബംഗാൾ, ആസാം പോലെ സ്ഥലത്തു നിന്നുള്ള തൊഴിലാളികളുടെ ഒഴുക്ക് കേരളത്തിലേക്ക് ഉണ്ടായത്. കോൺസ്റ്റബിൾ മഞ്ജു സീരിയലാണ്. എന്തായാലും ഒത്തിരി ബഡ പാർട്ടീസൊക്കെ ഉള്ളൊരു സ്ഥലമാണ് മാമ്പള്ളി പ്ലൈവുഡ്. ഇപ്പോൾ മുടിക്കലാണ്.
ആൾക്കാർ പകുതി വരെ ക്രോസ് ചെയ്തിട്ടാണ് നോക്കുന്നത്. കൺവെൻഷൻ സെൻറ്റർ. എൻഫീൽഡ് ഹണ്ടർ. അതിൻ്റെ മിറർ താഴേക്ക് ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് വന്നേക്കണം. ഹാൻഡിൽ മാറ്റിയതായിരിക്കണം. അത് പ്രാക്ടിക്കലാണോ അത്? നമ്മൾ ഇപ്പോൾ എവിടെ എത്തി? മഞ്ഞപ്പെട്ടിയാണോ? മഞ്ഞപ്പെട്ടി. എല്ലാം മറന്നുപോയല്ലോ. കൊല്ലം കുറേ ആയില്ലേ? കൊല്ലായി. കൊല്ലം 2005 ഡിഗ്രി പാസ്സായി. അപ്പോൾ 2019 കൊല്ലമായി അല്ലേ? അയ്യോ. കോതമംഗലം ബസ്. പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലം പോവാട്ടോ. കുറുപ്പമ്പടി അങ്ങനെയൊക്കെ എന്തൊക്കെയോ റൂട്ട് കയറി കോതമംഗലത്തെത്താം. അതുവഴി നമുക്ക് മൂന്നാർ പോകാം. ആലുവ മൂന്നാർ KSRTC ബസ്സുകളൊക്കെ പോകുന്ന ഈ റൂട്ടിലാണ്. ഹൺഡ്രഡ് ചേട്ടൻ ഓവർടേക്ക് ചെയ്ത് പോയില്ലേ? ആ ചേട്ടൻ മിററിൽ എങ്ങനെ നോക്കുന്നതാണ്? നിലവിലുള്ള ബൈക്കുകളുള്ള മിറർ തന്നെ പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഓവർടേക്ക് ചെയ്യലേ വളവാ ചേട്ടാ. KL7D യോ?
നമ്മളങ്ങനെ ഓടിച്ചോടിച്ച് മാറമ്പള്ളി എത്തി. മുസ്ലിം പള്ളി, റഹ്മാനിയ മസ്ജിദ്, കുന്നുവഴി. സ്ട്രെയിറ്റ് 13 കിലോമീറ്റർ പോയാൽ ആലുവ മണപ്പുറം. ഇവിടെ ഒരു വഴി ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിലേക്ക്. ആ വഴിയിലൂടെയാണ് നമുക്ക് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അപ്പുറം പ്രൈവറ്റ് റൂട്ട്, ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് റൂട്ടിൽ പോകാൻ പറ്റും. നമ്മളിനി ഇവിടെ നിന്ന് റൈറ്റ് തിരി, ഇവിടെ മാറമ്പള്ളി പാലത്തിലൂടെ. ഞാൻ പഠിക്കുമ്പോഴൊന്നും ഈ പാലം ഇല്ല. അന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ ജങ്കാറ് വഴിയായിരുന്നു. പിന്നെ ഈ പാലം വന്നു, തിരുവരാണിക്കുളം പോകാൻ എളുപ്പമായി. കാഞ്ഞൂർ വഴിയുള്ള റൂട്ടിൽ പോകണ്ട, MC റോഡിലെ ബ്ലോക്കൊക്കെ ഒഴിവാക്കി നമുക്ക് തിരുവരാണിക്കുളം പോകാം. താഴെ പെരിയാർ ഒഴുകുന്നു. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാലും പെരിയാർ, റൈറ്റ് സൈഡിൽ നോക്കിയാലും പെരിയാർ. തിരുവനന്തപുരം ഉത്സവത്തിൻ്റെ സമയമൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ ഈ റോട്ടിലൊക്കെ. അത് ഡിസംബർ മാസത്തോടനുബന്ധിച്ചാണത്. 12 ദിവസത്തെ ഉത്സവമുണ്ട്, നടതുറപ്പ് ഉത്സവം. ശിവപാർവതിമാരുടെ നടയാണ്. അതിൽ ശിവൻ്റെയാണോ പാർവതിയാണോ എന്നറിയില്ല. ഒരു നട കൊല്ലത്തിൽ 12 ദിവസം മാത്രമേ തുറക്കുള്ളൂ. ഇവിടെ എന്താ പുത്തൻപുരയ്ക്കൽ റെസിഡൻസി ബാറൊക്കെ ഉണ്ടല്ലോ. തിരുവരാണിക്കുളം പുണ്യഭൂമിയിലേക്ക് സ്വാഗതം. ഹെവൻ ഇൻറ്റീരിയേഴ്സ്, ഹോം ഡെക്കർ സൊല്യൂഷൻസ്. ഇവിടെ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇവിടെ അല്ല, അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്തുനിന്ന്. ഈ പ്ലാന്റ് ഫ്ലവർ പോട്ടുകളൊക്കെ കിട്ടും. ദക്ഷിണ കൈലാസം, ആലുവ മുപ്പത്തടം ശ്രീ ചന്ദ്രശേഖരപുരം ശിവക്ഷേത്രത്തിൽ. നമുക്ക് ഇങ്ങോട്ടല്ലേ പോകുന്നത്? അതല്ലോ തിരുവൈരാണിക്കുളം. സ്ട്രെയിറ്റ് അമ്പലം കാണാം. കടയടച്ചേക്കാണ്. ഗൗരിലക്ഷ്മി മെഡിക്കൽ സെൻറ്റർ, തിരുവൈരാണിക്കുളം. നമുക്ക് റൂട്ട് വെക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. വഴി തെറ്റി ഇത് കാണിക്കണമെന്ന് മനസ്സിലാവുന്നില്ലല്ലോ.
നമ്മൾ ഇത്ര നേരം വന്ന റോഡ് പോലെ അത്ര സെറ്റപ്പ് റോഡല്ല, എന്നാലും തിരക്കേടില്ല. ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രം. ഈ പശു ചാണകം ഇട്ടിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഈ ചേട്ടൻ കറുപ്പെടുത്താണല്ലോ പോണെ. കറുപ്പെടുത്ത് മലയ്ക്ക് പോകും അയ്യപ്പന്മാർ. വളഞ്ഞു പോകുന്ന റോഡാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിയാം. സ്ഥലത്തിൻ്റെ പേരൊന്നും വലിയ നിശ്ചയമൊന്നുമില്ല കേട്ടോ. വേറൊന്നുമല്ല, തിരുവരേണിക്കുളം വരെ പോരാനറിയാം. പിന്നെ ഗൂഗിൾ മാപ്പ് വെച്ച് പൊക്കോളുക. ഞാൻ മുമ്പൊരിക്കൽ പോയതും ഗൂഗിൾ മാപ്പ് വെച്ചാണ്. സ്ഥലത്തിൻ്റെ പേര് ബോർഡ് നോക്കിയാൽ ശ്രീമൂലനഗരം, അത് തന്നെ. ശ്രീമൂലനഗരത്തിലാണ് നമ്മുടെ തിരുവരേണിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓടിക്കാതെ കയറിപ്പോയേട്ടാ. ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്. നമ്മൾ 2 കിലോമീറ്റർ ചെന്നാൽ തെറ്റാലി ജംഗ്ഷനെത്തും. തെറ്റാലി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റ് തിരിയണം. വലിയ മരങ്ങളൊക്കെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന സ്ഥലം. വളരെ വ്യത്യസ്തമായൊരു സ്ഥലമല്ലേ. ശ്രീമൂലനഗരം ടൗണാണിത്. ഇതൊക്കെ ഇത്രയും ഡെവലപ്ഡ് ആയല്ലേ.
പണ്ടൊന്നും വലിയ കാര്യമായൊരു വികസനം ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. ക്ഷേത്രം വന്നപ്പോഴല്ല, ക്ഷേത്രത്തിലെ ആ ഒരു ഉത്സവം ആഘോഷിച്ച് തുടങ്ങിയപ്പോൾ പിന്നെ ഇവിടത്തേക്ക് ആളുകളുടെ ഒഴുക്കാണ്. മണിക്കൂറോളം ക്യൂ നിന്നൊക്കെ തൊഴാനൊക്കെ പറ്റുള്ളൂ. ഞാൻ കുറേ വർഷമായി അങ്ങോട്ടൊക്കെ പോയിട്ട്. ആകാശം മൂടുന്നുണ്ട്, അടുത്ത മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. മഴ കുടക്കുട, മഴ വന്നാൽ പൊട്ടിക്കൂടാ. പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക്. ഈ സ്ഥലമൊക്കെ അങ്ങോട്ട് വേറെ ഏതോ നാടിനെ പോലെ, ചില ബാംഗ്ലൂരിൻ്റെ ഉൾനാടൻ ഏരിയ പോലെയൊക്കെ. ഈ അടുത്ത സ്ഥലത്ത് നിന്ന് നമ്മൾ റൈറ്റ് തിരിയണം. അതാണ് തെറ്റാലി. നമ്മൾ ഈ റോഡിൽ കൂടെ 2.5 കിലോമീറ്റർ പോയിട്ട് ചൊവ്വര നടുവന്ന റോഡിലെത്തും. കമ്പ് കണ്ടില്ല, 2 കമ്പ് കണ്ടില്ല. ശ്രീനാരായണ ഗുരു അവിടെ ഇരിക്കുന്നു. ഓ, അത് പെൺകുട്ടിയായിരുന്നല്ലേ, ഞാൻ വിളിച്ച ആൺകുട്ടിയാണ്. റിയ റാഫിക്ക് അഭിനന്ദനങ്ങൾ. +2 എല്ലാം A+. വാരിക്കോരി കൊടുക്കുക മാർക്ക്. പണ്ടൊക്കെ എന്ത് ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് മാർക്ക് കിട്ടാൻ വേണ്ടി. ഞാനൊക്കെ ട്യൂഷനും പോയി കഴിഞ്ഞാൽ എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയത്. ഇപ്പോഴൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാ A+ഉം കിട്ടി സൂപ്പറാകാമായിരുന്നു. പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല. ഹയർ ക്ലാസ്സുകളിൽ, ഹയർ ലെവൽ എഡ്യൂക്കേഷനിൽ, അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊന്നും മലയാളികളിപ്പോൾ പരാജയപ്പെടുന്നു. കാരണം കഴിവിൻ്റെ അളവ് നോക്കിയല്ല ഇപ്പോൾ മാർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അറിവ് നോക്കിയല്ല, ചുമ്മാ വാരിക്കോരി കൊടുക്കുകയാണ്.
ഇവിടെയും റോട്ടിൽ ചാണകം. സ്പീഡ് ലിമിറ്റ് 20 ആണ്. 20-ലേക്ക് എങ്ങനെയാണ് അത് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്? ഹായ്, ഒരു പാലം. എന്ത് പാലം അത്? ഞാൻ കാണുന്ന എയർപോർട്ടിൻ്റെ ഭാഗമല്ലേ ഇതല്ലോ? അങ്ങ് ബാക്കിൽ മലയാറ്റൂർ മലനിരകൾ. ഇതുവഴി തന്നെയാണ് വന്നത്. ഗൂഗിൾ മാപ്പിൽ ചില ഊട് വഴിയിലേക്ക് കാണിക്കും. പിന്നെ ബൈക്കിൽ നിന്നെങ്ങാനും ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലും തൊണ്ടൊക്കെ കാണിക്കും. ചിലപ്പോൾ വീടിൻ്റെ മുറ്റത്തേക്കൂടെ ആയിരിക്കും പോകേണ്ടത്. അത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുമല്ലോ. പിള്ളേരുടെ കളിയൊക്കെ മാറ്റിവെച്ച് ഇനി സ്കൂളിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കും. എയർപോർട്ട് അടുത്തു കേട്ടോ. പ്ലെയിനിൻ്റെ സൗണ്ട് കേൾക്കണ്ടല്ലോ. ഓക്കെ, കാണാൻ പറ്റണ്ടോ? അത് ടേക്ക് ഓഫ് ചെയ്ത പ്ലെയിനാണ്. മഴ പൊടിഞ്ഞു തുടങ്ങി. ഇങ്ങോട്ട് തിരിയണം. എയർപോർട്ടിൽ നിന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരോ കായം കൊണ്ട് എഴുതി വെച്ചേക്കണതാ. ഇവിടെയൊക്കെ അല്ലെങ്കിൽ തന്നെ ആകെ വലിയ ഡെവലപ്മെൻ്റൊന്നും എത്താത്ത സ്ഥലം പോലെ തോന്നുന്നു. പാടമാണ്. പിന്നെ ഉയരത്തിലുള്ള വീടുകൾ വയ്ക്കാൻ പറ്റില്ലായിരിക്കാം. ഇവിടെ നിന്ന് റൈറ്റ് തിരിയണം. Plane take off. ആവണങ്കോട് സരസ്വതി ക്ഷേത്രം. ഇനി എയർപോർട്ടിലേക്ക് 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അടുത്താണ്. പിന്നെ വളഞ്ഞൊക്കെ പോകണം. നമ്മളിങ്ങനെ എയർപോർട്ടിൻ്റെ അകത്തേക്കൊന്നും പോകുന്നില്ല. ക്യാമറയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവന്മാർ പിടിക്കും. സംരക്ഷിത മേഖലയല്ലേ. CRPF ഒക്കെയാണ്. ഹിന്ദി മാത്രമേ അറിയുള്ളൂ.
എയർപോർട്ട് അവിടെ കാണാം. ടെർമിനൽ, ഇൻ്റർനാഷണൽ ടെർമിനൽ, അതുപോലെ ഡൊമസ്റ്റിക് ടെർമിനൽ. ഇത് നേവർ എൻക്ലേവ്. സോളാർ പാനലുകളിരിക്കുന്നു. നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കാണാറില്ലേ, റെയിൽവേ ട്രാക്ക് അടുത്ത ദിവസത്താണ്. വലിയ മഴ വരുന്നുണ്ട്. Go slow. Lulu Fry Kitchen, Courtyard. നല്ല സ്മെല്ല് വരുന്നുണ്ട്. World's first airport fully powered by solar energy. അതാ എയർപോർട്ട് കാണാം. ടെർമിനൽ 1 അവിടെ കാണാം. എയർ കാർഗോ ഇങ്ങോട്ട്. അത് പിന്നെ സ്ട്രേറ്റ് കാലടിക്ക് വിടാം. അങ്ങനെ എയർപോർട്ട് വരെ എത്തി. ഇന്ത്യയുടെ കൊടി അവിടെ പാട്ടി പറക്കുന്നു. അവിടെയൊക്കെ നമ്മൾ ടോളും മറ്റുമൊക്കെ കൊടുക്കണം. 10 മിനിറ്റത്തേക്ക് ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ അകത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും പൈസ മേടിക്കും. ഞാൻ ഒരു പ്രാവശ്യം വന്നത് 11 മിനിറ്റ് കറക്റ്റ് 10 മിനിറ്റ് ജസ്റ്റ് കഴിഞ്ഞോളൂ, അതുകൊണ്ട് പൈസ മേടിച്ചു. ഇതേതാ ടെർമിനൽ 3 ആണത്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് തീരുന്നു കേട്ടല്ലോ. ശരിയെന്നാൽ അപ്പോൾ പിന്നെ കാണാം.